രണ്ട് ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ജങ്കാർ സർവീസ് നിലച്ചിട്ട് മാസങ്ങൾ. സംഗതി ടൂറിസം മന്ത്രിയുടെ മണ്ഡലത്തിലാണ്, ബേപ്പൂരിലാണ്. ജെട്ടിയുടെ അപകടാവസ്ഥയാണ് ജങ്കാർ ഇറക്കാത്തതിന് കാരണം എന്നാണ് കരാർ കമ്പനി പറയുന്നത്. ഇതോടെ അക്കരെ കടക്കാൻ 11 കിലോമീറ്ററോളം കറങ്ങി സഞ്ചരിക്കേണ്ട നിവൃത്തികേടിലാണ് യാത്രക്കാർ. എന്റെ പുറകിൽ കാണുന്ന ബേപ്പൂരിനെയും ഞാനിപ്പോഴുള്ള ചാലിയത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ജങ്കാർ സർവീസ് നിലച്ചിട്ട് മാസങ്ങളായി. ഈ ജെട്ടിയുടെ തകരാറാണ് ജങ്കാർ സർവീസ് നിലയ്ക്കാൻ കാരണമെന്നാണ് ഔദ്യോഗികമായി ഈ കരാറെടുത്ത കമ്പനി നൽകുന്ന വിശദീകരണം. കടലുണ്ടി പഞ്ചായത്തിനാണ് ജങ്കാർ സർവീസിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ലേലം പിടിച്ച കരാർ കമ്പനി ഇപ്പോൾ ജങ്കാറിന് പകരം ബോട്ട് ഇറക്കിയിരിക്കുകയാണ്. കാര്യം ബോട്ട് ചെട്ടിയുടെ അപകടാവസ്ഥ. ഇവിടുന്ന് ഈ എൻഡ് മുതൽ ആ എൻഡ് വരെ 3 മീറ്റർ ഉണ്ട്. ഈ 3 മീറ്ററിൽ ഇതാ ആ ഒരു കമ്പിയ ഇത് വരുന്നത്. പിന്നെ വരുന്നത് ഈ എൻഡിലൊരു കമ്പിയാണ്. ഈ കമ്പിൻ്റെ എത്ര ഇഞ്ച് ഉണ്ടാവുന്നത്, എത്ര കനുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാലോ. ഇതാ ഈ 3 മീറ്ററിൽ വരുന്നത് ആകെ 2 കമ്പിയാണ്. ഇത് കോൺക്രീറ്റ് പൂർണ്ണമായിട്ട് മറ്റേ ഈ കോൺട്രാക്റ്റുകാരും പഞ്ചായത്ത് അധികൃതരും കൂടിയുള്ള അഴിമതിയാണ്. ജെട്ടി നിർമ്മിച്ച കാലം മുതൽ പോരായ്മകൾ ഏറെയാണ്. പലകുറി സർവീസ് നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോഴൊക്കെ താൽക്കാലിക പരിഹാരങ്ങൾ മാത്രം കണ്ടു. പഞ്ചായത്തിൽ സംസാരിച്ച് ഇവിടെ സമരം കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഓല് അതിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞ് 20 ലക്ഷത്തിന് പദ്ധതി നടക്കുന്നുണ്ട്. വേറെ 12 മീറ്റർ ആയം 10 മീറ്റർ നീളത്തിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും കാണില്ല. അടുത്തിടെയാണ് ചാലിയം ബീച്ച് നവീകരിച്ചതും ബേപ്പൂർ ബീച്ച് കൂടുതൽ മനോഹരമാക്കിയതും. ഇത് കാണാൻ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ മതിയായ യാത്രാ സൗകര്യമില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ്. ടൂറിസം വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ്. ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള പ്രദേശമാണ്. എത്രയും വേഗത്തിൽ ഈ 2 ജെട്ടികളും പ്രവർത്തനക്ഷമമാക്കിയാൽ ഒരുപാട് യാത്രക്കാർക്ക് അത് അനുഗ്രഹമാകും. നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് കടന്നു വരാൻ അത് വഴിയൊരുക്കുകയും ചെയ്യും. വിഷ്ണു കച്ചേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. യാത്രക്കാരുടെ ദുരിതത്തിന് ആ നാട്ടുകാരുടെ ആവശ്യത്തിന് എന്ന് പരിഹാരം എന്നാണ് ഉയരുന്ന ചോദ്യം. ബോട്ട് ജെട്ടിയുടെ അപകടാവസ്ഥ പലതവണ ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ആക്ഷേപം. ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമാവുന്നു അതിലേക്ക്. ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ വരുന്ന ആളുകൾക്കൊക്കെ ജങ്കാർ സർവീസ് ഉണ്ടെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് ജങ്കാർ. വണ്ടി വിളിച്ചിട്ട് പോവാം. ഒന്ന്. രണ്ടാമത് പിന്നെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ബൈപ്പാസിൽ പണി നടക്കുന്നുണ്ട്. ചെറുവണ്ണൂർ ജംഗ്ഷനിലുള്ള ബ്രിഡ്ജിൻ്റെ പണി, മറ്റേ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അവിടെ ബ്ലോക്കാണ്. അപ്പോൾ ഇതിലേ പോകുമ്പോൾ 18 കിലോമീറ്റർ ദൂരമുണ്ട് കോഴിക്കോടിലേക്ക്. ഇതിലേ പോകുമ്പോൾ 9 കിലോമീറ്റർ ദൂരമുള്ളൂ. ആ 9 കിലോമീറ്റർ കൊണ്ട് എത്താൻ പറ്റും ഓടുക്ക് കോഴിക്കോടേക്ക്. അതിൻ്റെ സമയലാഭം ഉണ്ടാവും. ഒരുപാട് ബ്ലോക്ക് നിന്ന് കഴിഞ്ഞിട്ടുമല്ലോ, വണ്ടിക്കാർക്കൊക്കെ പ്രയാസമല്ലേ. കറങ്ങി പോകണം, ഒരുപാട് കിലോമീറ്റർ കറങ്ങിയിട്ട് പോകണം. അതല്ലെങ്കിൽ ഇവിടുന്ന് ആകെ ഒരു 50-55 കിലോമീറ്റർ ഉണ്ട് പൊന്നാനിക്ക് എത്താം, ചമ്പരോട്ടം പാലം വഴി. ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ജങ്കാർ അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങിയിട്ട് പോകുമ്പോൾ ഒരു 10-20 കിലോമീറ്റർ പിന്നെയും അതിൽ കൂടുതൽ വരും. അങ്ങനെ ഒരു വിഷമം ഉണ്ട്. ഇത്തരം ഒരു സർവീസ് ലേലത്തിലെടുത്തിട്ട് അത് നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിന് അവരെ ഇട്ടിച്ച് പോവുകയെ എന്തെങ്കിലും നടപടി സ്വീകരിക്കണം. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ ഉള്ളത്. ലേലത്തിലെടുത്ത ആളുകൾ സർവീസ് നടത്തുന്നില്ല എന്നാണ് ഇവിടുത്തെ പ്രയാസം പറയുന്നത്. എന്തായാലും അത് പരിഹരിച്ചു പോകേണ്ടത് വളരെ അത്യന്താവശ്യമാണ്. പക്ഷേ കാരണം 2 വർഷം മുമ്പ് ജെട്ടി 15 ലക്ഷം രൂപ ഉപയോഗിച്ച് പുതിയ ജെട്ടി നിർമ്മിച്ചു. അതിന് വേണ്ടത്ര ആ ലൈഫ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. നാട്ടുകാർക്ക് മാത്രമല്ല, പുറംനാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിനാടിനെ സ്വീകരണം ഇങ്ങനെ വരണം ജങ്കാറുണ്ടെന്ന് ചോദിച്ചിട്ട് ഇവിടെ വന്നിട്ട് പ്രായമുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകളെ കുട്ടികൾ മക്കളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണുള്ളത്. ടോപ്പ് ബുദ്ധിമുട്ടിലാണുള്ളത്. ഇവിടെ പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഒരു മൈൻഡ് ചെയ്യാനില്ല. അനുകൂലമായ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ടൂറിസം മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ട് വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ, അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, അതിൽ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകും എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.